ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മളുടെ ഇന്നത്തെ ഗൈഡൻസ് മെസ്സേജ് ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക്, അതായത് വരാൻ പോകുന്ന ഈ ഏപ്രിലിൽ സ്പെഷ്യലായിട്ട് ഞാൻ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഏപ്രിലിൽ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മേജർ കാര്യം, എന്തെങ്കിലും നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും മേജർ എന്ന് പറയുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഒരു നല്ലൊരു കാര്യമായിരിക്കാം, എന്ത് തന്നെ ആയാലും. ഓക്കെ, നമുക്ക് നോക്കട്ടെ. ഒരു മേജർ കാര്യം, നല്ലതായാലും എന്ത് തന്നെ ആയാലും, മേജർ കാര്യം നിങ്ങളുടെ ലൈഫിൽ എന്താ നടക്കാൻ പോകുന്നത് ഈ ഏപ്രിൽ മാസത്തിൽ. ഓക്കെ, നമുക്ക് 2 പൈൽ വെക്കുന്നുണ്ട് ഞാൻ. ഓക്കെ, ജസ്റ്റ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ പൈൽ 1 ബ്ലൂ ക്രിസ്റ്റൽ. ഓക്കെ, ഫസ്റ്റ് പൈൽ 2 യെല്ലോ ക്രിസ്റ്റൽ. ഓക്കെ, നിങ്ങൾ ചൂസ് ചെയ്തോളൂ. 2 പൈലേ ഉള്ളൂ. എൻ്റെ ഇതിൽ മേജർ കാര്യമാണ് നോക്കുന്നത്. സോ ഒരു ഡെക്ക് സ്പെഷ്യൽ യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ. പൈൽ 1 എന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പൈൽ 1കാർക്ക് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു മേജർ ആയിട്ടുള്ള കാര്യം എന്തായിരിക്കും? ഞാൻ പിടിച്ചിട്ടുള്ള തോന്നുന്നു. ഓക്കെ, സ്റ്റാർ കാർഡ് അങ്ങോട്ട് കൊണ്ട് തിരിഞ്ഞിട്ട്. ഇറ്റ്സ് ഓക്കെ. സ്റ്റാർ, ജസ്റ്റിസ്, 1 more കാർഡ്, ഡെത്ത് കാർഡ്. ഓക്കെ, ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഒരു സിറ്റുവേഷനിൽ ഒരു മാറ്റം വരാൻ പോകുന്നുണ്ട്. ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യമാണ് എനിക്ക് കാണുന്നത്. ഒരു സിറ്റുവേഷൻ മാറാൻ പോകുന്നുണ്ട്. ഒരു സിറ്റുവേഷനിൽ ചേഞ്ച് വരാൻ പോകുന്നുണ്ട്. അത് നിങ്ങളിൽ തന്നെ ആയിരിക്കാം. ഓക്കെ, അത് നിങ്ങളിൽ മാറ്റം കൊണ്ടുവരും. ഫസ്റ്റ് ഓഫ് ഓൾ, ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ചില കാര്യങ്ങൾ അവസാനിക്കുന്ന രീതിയിലും ആയിരിക്കാം, പക്ഷെ അത് പുതിയ ഹോപ്പ് കൊണ്ടുവരും, പുതിയ പ്രതീക്ഷ കൊണ്ടുവരും എന്ന രീതിക്കുണ്ട്. ഇവിടെ എനിക്ക് കാണുന്നത് സ്റ്റാർ നമ്മളൊരു ഹോപ്പാണ്, ഒരു പ്രതീക്ഷയാണ്. ആൻഡ് മാത്രമല്ല ചില കാര്യങ്ങൾ നല്ല രീതിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലെസ്സിങ് കിട്ടുന്ന രീതിയിലുമാണ് കാണുന്നത്. ബ്ലെസ്സിങ് ആയിരിക്കാം, അല്ലെങ്കിൽ അനുഗ്രഹം എന്ന നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന കാര്യത്തിൽ ഓക്കെ നിങ്ങൾക്ക് വളരെയധികം സക്സസ് വരുന്ന രീതിക്കായിരിക്കും. ഇവിടെ ജസ്റ്റിസ്, ന്യായത്തിൻ്റെ കാര്യമുണ്ട്. സോ യെസ്, നിങ്ങൾക്ക് ന്യായമായ അർഹതപ്പെട്ട അംഗീകാരം കിട്ടുന്നതായിരിക്കാം. അർഹതപ്പെട്ട രീതിയിലുള്ള ഒരു ന്യായം നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് പറയുന്നത്. കോർട്ട് കേസോ പല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ജയിക്കുന്ന രീതിക്കാണ് പറയുന്നത്. ആൻഡ് ഇവിടെ അപ്പം നമ്മൾ ഈ ഡെത്ത് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എൻഡിങ് ഓഫ് ഒരു വിഷമത്തിൻ്റെ ഒരു പീരിയഡ് എൻഡാവുന്നു എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, ആൻഡ് അതിനുശേഷം നിങ്ങൾക്ക് കുറച്ച് മാറ്റങ്ങൾ ബട്ട് ഈ ഒരു ചില സിറ്റുവേഷൻസ് അവസാനിക്കുമ്പോൾ അത് നിങ്ങളിൽ മാറ്റം കൊണ്ടുവരും. ഓക്കെ, അത് നിങ്ങളിൽ ചേഞ്ചസ് കൊണ്ടുവരും. നിങ്ങളിൽ ഒരുപാട് നിങ്ങളുടെ തന്നെ കാര്യങ്ങളൊന്ന് മാറി വരും. ഓക്കെ, ഇവിടെ സ്റ്റാർ ഉണ്ട്. സോ അഗൈൻ ഇവിടെ എനിക്ക് വളരെയധികം ഹീലിംഗ് എനർജിയാണ് വരുന്നത്. സോ നിങ്ങൾ ഹീൽ ആവുന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും സിറ്റുവേഷൻ നിങ്ങൾ അവസാനിപ്പിച്ചാലും അല്ലെങ്കിൽ എൻഡായാലും, നിങ്ങളുടെ ജീവിതത്തിന് എന്തെങ്കിലും എൻഡായി പോയാലും ഓക്കെ, അതിനുശേഷം നിങ്ങൾ വളരെയധികം പീസായിട്ട് ഫീൽ ചെയ്യും, സമാധാനമായിട്ട് ഫീൽ ചെയ്യും. നിങ്ങൾക്കൊരു സമാധാനം കിട്ടുന്ന രീതിയിൽ. ആൻഡ് ഇവിടെ സ്ട്രെങ്ത് കാണുന്നുണ്ട്. സോ ഇന്നർ സ്ട്രെങ്ത്തിൻ്റെ കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് വളരെയധികം സ്വയം സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, നിങ്ങൾ അബണ്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, കാരണം ചില കാര്യങ്ങൾ അവസാനിച്ച് പോകുന്നത് ഓക്കെ നമുക്കൊരു വഴി തെളിക്കുന്ന പോലെയാണ്. ഓക്കെ, ഒന്ന് വഴി ക്ലിയർ ചെയ്യുന്ന പോലെയാണ് എനർജി. ആൻഡ് ഇവിടെ അത് നിങ്ങൾക്ക് കൊണ്ടുവരുന്ന ഒരു മാറ്റമാണ്. നിങ്ങളിൽ മാറ്റങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സിറ്റുവേഷനിൽ തന്നെ ചേഞ്ചസ് ആയിരിക്കാം. സിറ്റുവേഷൻ നിങ്ങൾക്ക് നല്ലതായിട്ട് മാറാൻ തുടങ്ങും എന്ന രീതിക്ക് എടുക്കാം. ഇപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന എന്തെങ്കിലും ഒരു കാര്യം അത് മാറി ട്രാൻസ്ഫോം ആയിട്ട് നിങ്ങൾക്കത് നല്ല രീതിയിലേക്ക് ആയി മാറും. ആൻഡ് ഇവിടെ നിങ്ങൾക്കൊരു തീർച്ചയായിട്ടും ഒരു ന്യായം നിങ്ങളുടെ ഭാഗത്ത് ആണ് എന്നാണ്. സോ അഗൈൻ നിങ്ങൾക്ക് എന്തെങ്കിലും കോർട്ട് കേസോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും എവിടെയായാലും നിങ്ങൾ ഒരു ജയിക്കുന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊരു ജയം വരും, സക്സസ്ഫുൾ ആയിട്ട് വരും. ആൻഡ് നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യപ്പെടും എന്ന രീതിക്ക് എടുക്കാം. ആൻഡ് കൂടുതലും ഇവിടെ എനിക്ക് മാറ്റം നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ വലിയ വലിയ മേജർ കാര്യങ്ങളല്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ചില മാറ്റങ്ങൾ നിങ്ങൾ കൊണ്ടുവരും. ഓക്കെ, ചില സിറ്റുവേഷൻസ് നിങ്ങൾക്കറിയാം അതായത് നിങ്ങൾക്ക് ചിലത് നല്ലതല്ല എന്ന രീതിയിൽ. സോ അതിനെ നിങ്ങൾ മാറ്റിയെടുക്കുന്നത് നിങ്ങളുടെ ശീലങ്ങളായിരിക്കാം, സ്വഭാവമായിരിക്കാം, ഓക്കെ നിങ്ങളുടെ എന്തെങ്കിലും ഹാബിറ്റ്സ് ആയിരിക്കാം. ഓക്കെ, ചിലത് മാറ്റുന്നുണ്ട്. നിങ്ങൾ ആ മാറ്റം പക്ഷെ നിങ്ങൾക്ക് ഹീലിംഗ് കൊണ്ടുവരും. ആൻഡ് നിങ്ങൾക്ക് നല്ല ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് അത് വരുന്നത്. എന്ത് തന്നെ സംഭവിച്ചാലും നിങ്ങളുടെ ഒരു ഇന്നർ സ്ട്രെങ്ത് ഡെവലപ്പ് ആവും. നിങ്ങൾക്ക് വളരെ ആക്ച്വലി ചില കാര്യങ്ങൾ നമ്മൾ പറയില്ല, വേദനയൊക്കെ അനുഭവിച്ച് നമ്മൾ ഒരുപാട് വിഷമങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ഒരു മാറ്റം വരുമ്പോൾ നിങ്ങൾ വളരെ സ്ട്രോങ് ആവാൻ തുടങ്ങും. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾ സ്ട്രോങ് ആവാൻ തുടങ്ങും. സോ അങ്ങനെ സ്ട്രെങ്ത് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് നടക്കുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾ ആ സ്ട്രോങ് ആവും തോറും ഓക്കെ നിങ്ങൾക്ക് ന്യായമായത് നിങ്ങളിലേക്ക് വരും. ആൻഡ് യെസ്, ഇവിടെ ഒരു മെയിൻലി ഹീലിംഗ് എനർജിയാണ് എനിക്ക് കാണുന്നത്. ഫസ്റ്റ് തന്നെ
നിങ്ങൾ വളരെയധികം സമാധാനമായിട്ടും പീസ്ഫുള്ളായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യും. നിങ്ങൾക്ക് കുറെ കൂടി ബ്ലെസ്സിങ്സ് എന്ന രീതിക്ക് കിട്ടുന്നുണ്ട്. അതിപ്പോൾ അഗൈൻ നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ ഉള്ള റെക്കഗ്നീഷൻ ആയിരിക്കാം. ഓക്കെ, നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ കുറച്ചുകൂടി സ്റ്റാറായിട്ട് നിൽക്കുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. സോ യെസ്, എന്തൊരു കുറച്ചൊരു ചേഞ്ചസ് ഐ തിങ്ക് നിങ്ങളുടെ ഉള്ളിലാണ് ഐ തിങ്ക് ചേഞ്ചസ് വരുന്നത്. ഓക്കെ, മോസ്റ്റ്ലി എനിക്ക് അങ്ങനെ തോന്നുന്നു. ഫ്ലവേഴ്സ് ആൻഡ് വേൾഡ്. ഓക്കെ, വിഷ്. യെസ്, നിങ്ങളുടെ ഒരു ആഗ്രഹം നടക്കും. ഓക്കെ, വിഷ് ഫുൾഫിൽമെൻ്റെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഓക്കെ, നിങ്ങൾക്ക് വിഷ് ഫുൾഫിൽമെൻറ്റ് എന്ന രീതിയിൽ സ്റ്റാർ നമ്മൾ പറയുന്നത് നമ്മൾ സ്റ്റാറിനെ നോക്കി വിഷ് ചെയ്യാന്ന് പറയും അല്ലേ. സോ ഇവിടെ നിങ്ങൾക്ക് യെസ് നിങ്ങളുടെ ഒരു ആഗ്രഹം നടക്കുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും കാണുന്നുണ്ട്. ആൻഡ് യെസ്, അത് നിങ്ങൾക്ക് അർഹതപ്പെട്ടത് തന്നെയാണ് വരുന്നത്. ഒരിക്കലും നിങ്ങളൊരു ഡൗട്ട് വേണ്ട, നിങ്ങൾ അർഹതപ്പെട്ടത് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സോ യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ ഒരു ആഗ്രഹം വിഷ് നിങ്ങൾക്ക് നടത്തി തരുന്ന ഒരു എനർജി ഉണ്ട്. ഫ്ലവേഴ്സ്, ബി ജനറേറ്റ് സക്സസ് ആൻഡ് ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് ആർ യുവേഴ്സ്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് സക്സസ് വരുന്നു, ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് വരുന്നു, സന്തോഷം വരുന്നു എന്ന രീതിയിലാണ്. ആൻഡ് അതിന് പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇത് വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരുമായിട്ടും അത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും നിങ്ങളുടെ ഈ സന്തോഷങ്ങളിൽ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക. മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക പറ്റുന്ന രീതിയിൽ കേട്ടോ. ഓക്കെ, വേൾഡ് ബി ഓപ്പൺ ടു ന്യൂ പോസിബിലിറ്റീസ് ഇൻ ഓൾ ഏരിയാസ് ഓഫ് യുവർ ലൈഫ്. യെസ്, ഒരു മൊത്തത്തിലൊരു മാറ്റമാണ് എനിക്ക് കാണുന്നത്. കുറേ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആയിട്ട് വരുന്ന രീതിക്കാണ്. നിങ്ങൾക്ക് പല പല കാര്യങ്ങളിൽ ഇനി മുന്നോട്ട് ഓപ്പർച്യൂണിറ്റീസ് വരാൻ തുടങ്ങും. അതായത് നിങ്ങൾക്ക് മണി ഏണിങ്ങിനാണെങ്കിൽ, പൈസയ്ക്കാണെങ്കിൽ, കരിയറിനാണെങ്കിൽ, ഓക്കെ പഠിക്കാനാണെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ പല പല അവസരങ്ങൾ ഓപ്പൺ ആയിട്ട് വരികയാണ്. ആൻഡ് അതിന് ചില എൻഡിങ്സ് എപ്പോഴും ആവശ്യമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. സോ ഈ ഒരു എൻഡിങ് ട്രാൻസ്ഫോർമേഷൻ വരുന്നത് അത് നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഓപ്പൺ ആക്കി തരാൻ തുടങ്ങും. ഓക്കെ, പുതിയ വഴികൾ, പുതിയ മാർഗ്ഗങ്ങൾ, പുതിയ ഐഡിയാസ് ഒക്കെ നിങ്ങൾക്ക് വരാൻ തുടങ്ങും. ആൻഡ് അത് നിങ്ങളെ ഒരു ഗ്രോത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലാണ്. ആൻഡ് ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കും. ആൻഡ് നിങ്ങളുടെ ആഗ്രഹം നടക്കും എന്നുകൂടിയാണ്. എന്തെങ്കിലും വിഷ് ഉണ്ടെങ്കിൽ തീരുമാനിച്ചു വെച്ചോളൂ. ഓക്കെ, അത് നടക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ യൂണിവേഴ്സിനോട് തീർച്ചയായിട്ടും നിങ്ങൾ പറയാം, മറക്കണ്ട. ഓക്കെ ഓക്കെ, അപ്പം നമുക്കിനി പൈൽ 2ലേക്ക് പോവാം. ഓക്കെ, പൈൽ 2. ഓക്കെ, ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങൾക്കുള്ള മെസ്സേജ്, നിങ്ങൾക്ക് മേജറായിട്ട് എന്താണ് നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ സാധ്യത നോക്കാം. നമുക്ക് കാണാൻ നല്ല ഭംഗിയുള്ള ക്രിസ്റ്റൽ. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് നടക്കാൻ സാധ്യതയുള്ള ഒരു ഏറ്റവും മേജറായിട്ടൊരു കാര്യം, നിങ്ങൾക്ക് എന്ത് നടക്കാനാണ് സാധ്യത നോക്കാം. മേജറായിട്ട് ഈ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് ഏറ്റവും മേജറായിട്ട് അല്ലെങ്കിൽ ഒരു വലിയൊരു കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്താണ് ഒരു മേജർ കാര്യം നമുക്ക് ടവർ കാർഡ്. മൈ ഗോഡ്. ഓക്കെ, ഡെത്ത് അഗൈൻ സ്പൈൽകാർക്കും ഉണ്ടായിരുന്നു. ദ വേൾഡ്. ഓക്കെ, ഇവിടെ സോറി മെയിൻലി ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങളുടെ കാര്യത്തിൽ ഓക്കെ, ഒരു സമയം ചേഞ്ച് ആണ്. വാവ്, ഒരു വലിയൊരു സമയം മാറ്റത്തിൻ്റെ ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. ഇവിടെ പറയുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ. വാവ്, എല്ലാം ലൈക്ക് ഓ മൈ ഗോഡ്, കംപ്ലീഷൻ്റെ ഒരു എനർജിയാണ് എനിക്ക് വരുന്നത്. ഏറ്റവും അധികം ഇവിടെ പറയാനുള്ളത് എനിക്കൊരു കംപ്ലീഷൻ എനർജി. സംതിങ് ഈസ് എൻഡിങ്. ശരിക്കും നിങ്ങളുടെ ലൈഫിൽ എന്തോ മേജറായിട്ട് നിങ്ങൾക്കൊരു എൻഡിങ് വരാൻ പോകുന്നുണ്ട് എന്ന രീതിക്കാണ്. ആ എൻഡിങ് ലൈക്ക് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ് നിങ്ങളുടെ ജീവിതത്തിൽ. ഓക്കെ, ഒരു കർമ്മ അവസാനിക്കുന്ന ഒരു കാര്യം കാണുന്നുണ്ട് എനിക്ക്, അല്ലെങ്കിൽ ഒരു മേജർ എൻഡിങ്. ഇത് ശരിക്കും എനിക്ക് ടാരോ ആവശ്യമുണ്ട് ഈ സിറ്റുവേഷനിൽ. ഐ വോണ്ട് ടു ക്ലാരിഫൈ. ലൈക്ക് അത്രയും വലിയ ഒരു മേജർ കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഉപേക്ഷിക്കുന്നതായിരിക്കാം, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും തകരുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾക്കൊരു മേജർ ഷോക്ക് സംഭവിക്കുന്ന രീതിക്കായിരിക്കും, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ആയിരിക്കാം. ആൻഡ് ഇവിടെ ശരിക്കും ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളിൽ കൊണ്ടുവരുന്ന കാര്യമാണ്. നിങ്ങളിൽ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു മേജർ ടവർ മൊമെൻറ്റ് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓൾറെഡി സംഭവിച്ച് കാണാം. ഓക്കെ, മേ ബി ഇത് ഓൾറെഡി സംഭവിച്ചതായിരിക്കാം എന്ന് എനിക്കൊരു എനർജി വരുന്നു. സോ ഇവിടെ ഒരു മേജർ ലൈഫ് ലെസൺ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. നിങ്ങളൊരു മേജർ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആവശ്യമായ ഒരു കാര്യം നിങ്ങൾ പഠിക്കുന്ന ഒരു എനർജിയാണ്. സോ അതിന് വേണ്ടി ഇവിടെ യൂണിവേഴ്സായിട്ട് ഇത് കർമ്മ എൻഡിങ് എന്ന് പറയും. കർമ്മയുടെ കാര്യമുണ്ട് ഇവിടെ. വേൾഡ് എൻഡിങ് ആണ്, ആക്ച്വലി എൻഡിങ് ആണ്, ന്യൂ ബിഗിനിങ് എന്ന് പറയും. അത് വരുന്നുണ്ട്, നിങ്ങൾക്കൊരു പുതിയ തുടക്കം വരുന്നുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ
ഇപ്പോൾ എനിക്ക് കാണുന്നത് നിങ്ങളുടെ ഈ ഒരു മാസം നിങ്ങൾക്ക് എൻഡിങ്സിൻ്റെ മാസമാണ്. നിങ്ങൾക്ക് ഒന്ന് അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അവസാനിച്ച് പോകുന്ന രീതിക്ക് തോന്നും. ചിലത് പലതും വിട്ടു പോകുന്ന രീതിക്ക് നിങ്ങൾക്ക് തോന്നും. ചിലത് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടായിരിക്കാം, ചിലത് നിങ്ങൾ പ്രതീക്ഷിക്കാതെ ആയിരിക്കാം, ചിലത് നിങ്ങളെടുക്കുന്ന തീരുമാനമായിരിക്കാം. ഓക്കെ, സോ എവിടെയോ ഒരു മേജറായിട്ടൊരു ഡിസിഷൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് ചെയ്യുന്ന രീതിക്കാണ് അവിടെ നമ്മൾ എടുക്കുന്നത്. സോ യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു മേജർ സൈക്കിൾ എൻഡ് ചെയ്യാൻ പോവാണ്. ആൻഡ് ആ എൻഡിങ് ആവശ്യമായിരുന്നു. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി നീഡഡ്. ശരിക്കും ഇത് യൂണിവേഴ്സായിട്ട് ചെയ്യുന്നത് തന്നെയാണ്. ആൻഡ് ഇറ്റ് ഈസ് നീഡഡ്. നിങ്ങളുടെ കർമ്മ ക്ലിയർ ആവാൻ, നിങ്ങളുടെ ലൈഫിൽ ഒരു ലെസൺ, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്, നിങ്ങളെ വേദനിപ്പിക്കുന്നതായിരിക്കും, നിങ്ങൾക്കത് നല്ലതല്ല എന്ന രീതിക്കാണ് അതിനെയാണ് മാറ്റുന്നത്. നിങ്ങളുടെ ചിന്താഗതി ആയാലും ശരി. ഇപ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് തന്നെ ടോട്ടലി മാറുന്ന പോലെ. ഓക്കെ, ഈ ഒരു മാസം കഴിയുമ്പോഴേക്കും നിങ്ങളൊരു പുതിയൊരു വ്യക്തിയായിട്ട് തന്നെ നിങ്ങൾ ഫീൽ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിന് എന്തെങ്കിലും മാറിപ്പോയോ ഇല്ലേ എന്നില്ലെങ്കിലും നിങ്ങൾ ആക്ച്വലി വളരെയധികം ഒരു പുതിയ വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ വിചാരിക്കും ഞാൻ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ കുറച്ച് ദിവസം മുമ്പ് എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കും. സോ അത്രയും വലിയൊരു മാറ്റമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അപ്പം ആ ഒരു മേജർ എൻഡിങ് നിങ്ങളുടെ ലൈഫിൽ ഒരു മേജർ ലെസൺ ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത്, ഒരു മേജർ സൈക്കിളാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ആൻഡ് ആ കംപ്ലീഷനോടെ ശരിക്കും ഐ എം ഷുവർ നിങ്ങൾക്ക് പുതിയ വഴികൾ ഓപ്പൺ ആവും എന്നുള്ള രീതിയിൽ ഐ എം വെരി വെരി ഷുവർ. ഇവിടെ നിങ്ങളോട് ജസ്റ്റ് ഞാൻ ടാരോ കൂടി എടുത്തു, കാരണം ഇത് ഈ പൈൽ വെറുതെ പറഞ്ഞാൽ പോരാ. ഇത് എന്താണ് നിങ്ങൾക്ക് പറയുന്നത്? ഇത്രയും യെസ്, ലോസ് ഫീലിംഗ് കാണുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനുശേഷം ഈ ഒരു സിറ്റുവേഷന് ശേഷം ഇവിടെ നിങ്ങൾക്ക് സംഭവിക്കുന്നത്, നിങ്ങൾക്ക് ആദ്യം ലോസ് ഫീൽ ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് എന്ത് തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരുപാട് വിഷമം നിങ്ങൾ ഫീൽ ചെയ്യും, റിഗ്രറ്റ് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് ശരിക്കും ഒരു നഷ്ടബോധം, നിങ്ങൾ വല്ലാതെ ആ നഷ്ടബോധത്തിൽ നിങ്ങൾ ഇരിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ബിക്കോസ് അത്രയും ശരിക്കും ഇതൊരു മേജർ നിങ്ങളെ പിടിച്ച് കുലുക്കുന്ന തരത്തിലുള്ള ഒരു കാര്യം തന്നെയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ വളരെയധികം ചേഞ്ചസ് നിങ്ങളിൽ കൊണ്ടുവരുന്ന കാര്യമാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിൽ ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നല്ലതായിരുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് അത് അവസാനിച്ച് പോകുന്നത്. അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ആയാൽ ഏതൊരു സിറ്റുവേഷനും, ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ജോലിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിലെടുത്താലും അത് സിറ്റുവേഷൻ ഇപ്പോൾ പോകുന്ന പോലെ തന്നെ മുന്നോട്ട് പോയാൽ അത് നിങ്ങൾക്ക് നല്ലതല്ല. അത് മുന്നോട്ട് നിങ്ങൾക്ക് ഒരു നല്ലൊരു ഗുണം അതിൽ നിന്ന് കിട്ടില്ല. ഓക്കെ, അത് നിങ്ങൾക്ക് മോശമായ കാര്യങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരും. അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ തന്നെ പോകാൻ അത് പോയിക്കൊണ്ടിരുന്നാൽ അത് ശരിയല്ല എന്ന് പറഞ്ഞ യൂണിവേഴ്സ് അവിടെ ഒരു സ്റ്റോപ്പ് ഇടുകയാണ്. ഓക്കെ, അവിടെ നിങ്ങൾ ഒരു തകർച്ച കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ആ തകർച്ച നല്ലത് ബിൽഡ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഒരുക്കുന്നത്. ഓക്കെ, ഇവിടെ വേൾഡ് നമ്മൾ ന്യൂ ബിഗിനിങ് എന്നുകൂടി എടുക്കും. ആൻഡ് വീൽ ഓഫ് ഫോർച്യൂണും പറയുന്നത് ഇപ്പോൾ ഒരു മോശം സമയം എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പക്ഷെ ആ മോശം സമയം നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു നല്ല പീരീഡിലേക്കാണ്, നിങ്ങൾക്കൊരു ലക്കിൻ്റെ പീരീഡിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, സോ എന്ത് തന്നെ സംഭവിച്ചാലും ആ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങുമ്പോൾ അത് നിങ്ങൾക്കൊരു ലക്കാണ് കൊണ്ടുവരാൻ പോകുന്നത്, നിങ്ങൾക്കൊരു മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നത്. നല്ല ബന്ധങ്ങൾ കൊണ്ടുവരും. അല്ലെങ്കിൽ ഈ ബന്ധം തന്നെ ശരിയാവാനുള്ളതാണെങ്കിൽ അത് ശരിയാവും. ജോലിയുടെ കാര്യത്തിൽ അവിടെ എന്തോ ഒരു തെറ്റായ രീതിയിൽ എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അത് മാറിയിട്ട് അവിടെ ആ സിറ്റുവേഷൻ ബെറ്റർ ആവുന്ന രീതിയിലായിരിക്കും. എൻ്റെ ഇവിടെ അത് ചിലപ്പോൾ നിങ്ങളെ വല്ലാതെ ഒന്ന് വിഷമിപ്പിച്ചിട്ട് കടന്നു പോകുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. ബട്ട് ഇവിടെ നിങ്ങളോട് പറയുന്നത് ക്ഷമയോടെ ഹാൻഡിൽ ചെയ്യാം. സോ മേ ബി ഈ റീഡിങ് നിങ്ങൾക്കൊരു വാർണിംഗ് ആയിരിക്കാം. ഓക്കെ, നിങ്ങളോട് പറയുന്നത് പ്രിപ്പയർഡ് ആവാനുള്ള ഒരു വാർണിംഗ് പോലെയാണ്. ഇത് വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇത് അന്ന് ഞാൻ കേട്ടതാണല്ലോ, അല്ലെങ്കിൽ ഞാനിത് ഇങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നല്ലോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. സോ ഇവിടെ ഈ പറയുന്നത് നിങ്ങളോട് ക്ഷമ വെച്ചിരിക്കുക, ക്ഷമയോടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക. ആൻഡ് ഇവിടെ നിങ്ങളോട് പറയുന്നത് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക എന്ന രീതിയിലാണ്. നിങ്ങൾ ബാലൻസിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് എനിക്ക് കിട്ടുന്നത്. എൻ്റെ ഇവിടെ കോൺഫിഡൻസ് ലെവൽ കാണുന്നത് നിങ്ങളുടെ ലേഡീസ് ആയാലും ജെൻസ് ആയാലും ഇവിടെ ക്വീൻ ഓഫ് വൺസ് ആണ്. സോ ഇവിടെ പറയുന്നത് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്ന രീതിയിലാണ്. ഓക്കെ, ഇത് നിങ്ങളെ വളരെയധികം ബോൾഡാക്കും, നിങ്ങളെ വളരെയധികം നിങ്ങളുടെ ടാലൻസ് ഒക്കെ പുറത്തു വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ തിരിച്ചറിയുന്ന രീതിയിൽ നിങ്ങളെ ആക്ച്വലി ഒരു ലീഡർഷിപ്പ് ലെവലിലേക്ക് നിങ്ങൾ നിൽക്കുന്ന പോലെയാണ്. ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു ജോലിയിൽ, കരിയറിൽ മാത്രമല്ല, ജനറലി ലൈഫിൽ തന്നെ. ഓക്കെ, നിങ്ങളുടെ ആ ഒരു ബോൾഡ് ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ നിൽക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ കാണുന്നത്. സോ ഇവിടെ ആ ഒരു എനർജി ഇവിടെ പറയുന്നത്, സോ ഇവിടെ നിങ്ങളോട് ചില തകർച്ചകൾ വരും. പക്ഷെ ആ തകർച്ചകൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു വളരെയധികം മാറ്റിയെടുക്കാനുള്ള ഒരു സമയമായിട്ടാണ് എനിക്ക് എൻഡിങ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇത് എനിവേ ഇത് സമയത്തിൻ്റെ അല്ല കേട്ടോ. ഓക്കെ, ഞാൻ ഓരോ സമയത്താണ് റെക്കോർഡിങ് ചെയ്യാറ്. സോ ബട്ട് ഇതിപ്പോൾ പെട്ടെന്ന് കെട്ടുപോയി. സോ ഒരു എൻഡിങ് വരുന്നുണ്ട്. ബട്ട് ആ എൻഡിങ് നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കമാണ് കൊണ്ടുവരാൻ പോകുന്നത്. ഒരു കാര്യം ചെയ്ത് ഞാൻ ഗൈഡൻസ് നമ്മുടെ ഇതിൽ നിന്ന് കൂടി മെസ്സേജ് എടുക്കട്ടെ, നോക്കാം എന്തിനെ കുറിച്ചാണ് യൂണിവേഴ്സ് ഇവിടെ എന്തെങ്കിലും സൂചന തരുന്നുണ്ടോ നോക്കാം. എന്ത് കാര്യത്തിലായിരിക്കും?
ആൻഡ് യൂണിവേഴ്സ് പറയുന്ന ഗൈഡൻസ് നമുക്ക് നോക്കാം. എന്ത് കാര്യത്തിൻ്റെയാണ് ഇവിടെ, അല്ലെങ്കിൽ എന്താണ് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ്? വേൾഡ് അഗൈൻ. ഓക്കെ, നമുക്കിവിടെ വേൾഡ് കാർഡ് ഓൾറെഡി ഉണ്ടായിരുന്നു, ഒന്നും കൂടി വന്നിട്ടുണ്ട്. മൗണ്ടൻ ആൻഡ് തോൺസ്. യെസ്, ഇവിടെ നിങ്ങൾക്ക് ഈഗിൾ ഉണ്ട് ഇവിടെ ലാസ്റ്റിൽ, അതുകൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒന്ന് യെസ്, ഇപ്പം നിങ്ങളുടെ മുമ്പിൽ വെദറിങ് ദ ചാലഞ്ചസ് അഹെഡ് വിൽ ബ്രിങ് ന്യൂ ആൻഡ് പോസിറ്റീവ് ഫ്യൂച്ചർ. യെസ്, ഇപ്പം നിങ്ങളുടെ മുമ്പിൽ വരുന്ന തടസ്സങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതിനെ നിങ്ങൾ മറികടക്കാൻ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അത് പഠിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു പുതിയ ഫ്യൂച്ചറിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് എന്നാണ് പറയുന്നത്. സോ അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്, നിങ്ങൾക്കൊരു തകർച്ച, ഒരു എൻഡിങ് എന്ന രീതിക്ക് വരും. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ എന്ത് തന്നെ നിങ്ങൾ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ഫേസ് ചെയ്താലും, ആ ബുദ്ധിമുട്ടിനെ നിങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ നിങ്ങൾ മറികടക്കും. ആക്ച്വലി മൗണ്ടനും അത് തന്നെയാണ് പറയുന്നത്, തടസ്സം അല്ലേ, തടസ്സങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ എന്ന രീതിക്ക് എടുക്കാം. നോ ദാറ്റ് യു ആർ പ്രൊട്ടക്റ്റഡ് ആസ് യു ഫേസ് ചാലഞ്ചസ് ബട്ട് റിമെയിൻ കോഷ്യസ്. ഓക്കെ, നിങ്ങളോട് പറയുന്നുണ്ട് സൂക്ഷിച്ചിരിക്കൂ. ഓക്കെ, നിങ്ങളോടൊന്ന് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്, സൂക്ഷിക്കാൻ പറയുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം പറയുന്നത് എന്ത് തന്നെ വന്നാലും യു ആർ പ്രൊട്ടക്റ്റഡ്. ഓക്കെ, യു ഏഞ്ചൽസ് ആർ പ്രൊട്ടക്റ്റിംഗ് യു, യൂണിവേഴ്സ് ഇസ് പ്രൊട്ടക്റ്റിംഗ് യു. ഓക്കെ, ഒരിക്കലും നിങ്ങൾ തനിച്ചാണ് എന്ന് കരുതരുത്. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ ദൈവമായിട്ട് തന്നെ വരുത്തിയാലും യൂണിവേഴ്സായിട്ട് വരുത്തിയാലും, ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും തകർച്ചകൾ കൊണ്ടുവന്നാലും അത് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരിക്കലും നിങ്ങൾ തനിച്ചായി പോയി അല്ലെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം നഷ്ടപ്പെട്ടു എന്ന് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളെ ഒരു നല്ല ഒരു സിറ്റുവേഷനിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു പ്രശ്നം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുനടാൻ പോകുന്നത്. സോ ആ ഒരു സംഭവം നിങ്ങളെ തന്നെ പറഞ്ഞല്ലോ, വേൾഡ് വീണ്ടും ഉണ്ട്, ഇവിടെ ഒരു വേൾഡ് ഉണ്ടായിരുന്നു. സോ രണ്ട് മേജർ ആർക്കാന റിപ്പീറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു ന്യൂ ബിഗിനിങ്ങിൻ്റെ അവസരമാണ് കാണുന്നത്. ഞാൻ അതാ പറഞ്ഞത്. സോ ചില എൻഡിങ്സ്, ഓക്കെ, ആ എൻഡിങ്ങിന് ശേഷം ന്യൂ ബിഗിനിങ് തീർച്ചയായിട്ടും ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ, ബി ഓപ്പൺ ടു ന്യൂ പോസിബിലിറ്റീസ് ഇൻ ഓൾ ഏരിയാസ് ഓഫ് യുവർ ലൈഫ്. നിങ്ങൾ ഏത് സിറ്റുവേഷൻ എടുത്താലും നിങ്ങൾക്ക് ഒരു മാറ്റം വരാൻ പോകുന്നു, ഒരു പുതിയ ചേഞ്ച് വരാൻ പോകുന്നു എന്ന രീതിക്കാണ്, നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരാൻ പോകുന്നു എന്നാണ്. ആൻഡ് ഇവിടെ ഈഗിൾ, യു വിൽ സോർ ടുവേർഡ്സ് യുവർ ഡെസ്റ്റിനി വിത്ത് ഗ്രേറ്റർ ക്ലാരിറ്റി ആൻഡ് സ്ട്രെങ്ത്. ഓക്കെ, നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങളുടെ വർദ്ധിക്കാൻ പോവുകയാണ്. നിങ്ങൾ ശരിക്കും വളരെയധികം നിങ്ങൾ ഉയരും എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, കോൺഫിഡൻസ് വരും നിങ്ങൾക്ക്. ആൻഡ് നിങ്ങൾക്ക് എന്തും മറികടക്കാനുള്ള കഴിവ്, സ്ട്രെങ്ത് എല്ലാം നിങ്ങൾ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നത് നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ വളരെയധികം സംയമനം വയ്ക്കുക, വളരെയധികം തകരാതെ നിങ്ങൾ പിടിച്ചു നിൽക്കാൻ യൂണിവേഴ്സിനോട് നന്നായിട്ട് പ്രാർത്ഥന വയ്ക്കുക. ആക്ച്വലി അതേ ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ളൂ. നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക, യൂണിവേഴ്സിനോട് കൈപ്പിടിച്ച് കൂടെ തന്നെ ഉണ്ടാവണം എന്ന രീതിക്ക് പ്രാർത്ഥിക്കുക. എന്ത് തന്നെ വന്നാലും ഓവർകം ചെയ്യാൻ സാധിക്കണമെന്ന് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. ഓക്കെ, സോ അതാണ് ഇന്നത്തെ മെസ്സേജ്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.